എളമരം കരീമിൻ്റെ അധിക്ഷേപത്തിന് മറുപടിയുമായി ആശാ വർക്കർമാർ. ഏതെങ്കിലും ഈർക്കിൽ സംഘടനയല്ല സമരം നടത്തുന്നതെന്ന അസോസിയേഷൻ. ആരെയും മറിച്ചിടണമെന്ന ആഗ്രഹം ഞങ്ങൾക്കില്ല. അർഹതപ്പെട്ട ആനുകൂല്യം മാത്രമാണ് ചോദിച്ചതെന്നും അത് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നും ആശാ സമരസമിതി നേതാക്കൾ അറിയിച്ചു. മുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവല്ലേ, അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹം ചിന്തിച്ച് പറയാം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മൾ സമരവുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഡിമാൻഡ് നേടിയെടുക്കണം. അതിനെതിരായിട്ട് എന്ത് പ്രവർത്തനം നടത്തിയാലും ഞങ്ങൾ അതിനെ അങ്ങനെ കണക്കാക്കുന്നില്ല. സമരം ശക്തിപ്പെട്ടു വരുവാണല്ലോ കൂടുതൽ. അങ്ങനെ ഈർക്കിൽ സംഘടനകളാണോ? നമ്മുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അംഗബലം ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആശാ മഹാസംഗമത്തിൽ എത്ര ആയിരങ്ങളാണ് ഇവിടെ വന്നു ചേർന്നത്. അപ്പോൾ അംഗസംഖ്യയൊക്കെ അതിന്റെ അളവ് പോലെ എന്താണ് അവർ പറയുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ആരോടും ഞങ്ങൾക്ക് അവകാശവാദങ്ങളില്ല. ഞങ്ങൾ ഇത് നേടിയെടുത്തത് അങ്ങനെയൊന്നുമില്ല. എല്ലാ ആശമാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മളെ എതിർക്കുന്നവരാണെങ്കിലും പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. ഡിമാൻഡ് നേടിയെടുക്കുന്നവർ നമ്മൾ ഇവിടെ ഉണ്ടാവും. സമരമായിട്ട് മുന്നോട്ട് പോകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എളമരം കരീം ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളും അതിന് നൽകിയ മറുപടിയും മാത്രം നോക്കിയാൽ മതി. എത്രമാത്രം നീതിപൂർവമായൊരു മറുപടിയാണ് നൽകുന്നത്. ചിന്തിച്ചു പറയട്ടെ എളമരം കരീം എന്നാണ്. നോക്കൂ, സമരത്തിൻ്റെ ശക്തി നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഈർക്കിൽ സംഘടനയല്ല ഇത് എന്ന് തെളിയിക്കാൻ ഈ വാക്കുകൾ തന്നെ പോരെ? കൃഷ്ണരാജ്, തീർച്ചയായും തന്നെയാണ്. ആ വാക്കുകൾ തന്നെ മതി. കാരണം ഈ അനുദിനം ആശാസമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. ആ 10-ാം തീയതി ആ സമരം ആരംഭിച്ചത് മുതൽ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. ഒട്ടേറെ സംഘടനകൾ സമരത്തിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചിരുന്നത്. എന്നാലും ആ ചർച്ചയിലും കാര്യങ്ങൾ ഒരു നീതിപൂർവമായി നടക്കുന്ന സ്ഥിതിയിലേക്ക് പോയില്ല. പിന്നീടാണ് സമരം കൂടുതൽ ശക്തമാക്കാൻ ആശാ വർക്കർമാർ തീരുമാനിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇളമരം കരീമിന്റെ ലേഖനം ദേശാഭിമാനിയിൽ വരുന്നത്. ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനം വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. അതിന് പിന്നാലെ, ലേഖനത്തിന് പിന്നാലെയാണ്, തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇളമരം കരീമിന്റെ അധിക്ഷേപം തുടരുന്നത്. ഇന്നീ നടത്തിയിരിക്കുന്നത് ഈ സംഘടന ഒരു ഈർക്കിൽ സംഘടനയാണ്. അതോടൊപ്പം തന്നെ മീഡിയ അറ്റൻഷൻ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഒട്ടേറെ സംഘടനകൾ ഇതിനെ ഐക്യദാർഢ്യം അർപ്പിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മീഡിയ അറ്റൻഷന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഈർക്കിൽ സംഘടനയാണ്. അല്ലാതെ മറ്റൊരു ആവശ്യവും അല്ലെങ്കിൽ മറ്റൊരു കാര്യവും ഇവർക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടനയുടെ സമരത്തെ ഇവർ അധിക്ഷേപിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ സംഘടന പറയുന്ന കാര്യങ്ങളിൽ ന്യായമായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുവാൻ തയ്യാറാകുന്നുമില്ല. ഇളമരം കരീമിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. CPM-ന്റെ അനുകൂല സംഘടന, പോഷക സംഘടനയുടെ നേതാവാണ്. സമരങ്ങളിലൂടെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. CHU പല സമരങ്ങളും നടത്തിയിട്ടുള്ള ചരിത്രങ്ങളും CHU പല വേദികളിലും പറയുന്നതാണ്. അങ്ങനെ ഒരു സംഘടനയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരുപറ്റം വനിതകൾക്ക് നേരെ ആക്ഷേപം ചൊരിയുന്നത്. ആ ആക്ഷേപത്തിനെതിരെയാണ് ഇപ്പോൾ ഈ ആശാ വർക്കർ ഹെൽത്ത് അസോസിയേഷനും രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ന്യായമായ സമരമാണെന്ന് അവർ പറയുന്നതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ആളെണ്ണം നോക്കിയല്ല സമരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്നും അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എത്ര പേരുണ്ട്, പങ്കെടുക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നതല്ല, സമരത്തിന്റെ ആവശ്യമാണ്. ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ സമരം നിലകൊള്ളുന്നത് ആ ആവശ്യത്തിന് അനുസരിച്ചായിരിക്കും സമരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ പക്വതയോടുകൂടിയാണ് ഈ സമരത്തിനെ ഇവർ ഈ സമരത്തെ കുറിച്ച് പറയുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട്, അതായത് മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് ആരുടെയും കസേര ഇളക്കാനോ സിംഹാസനങ്ങൾ ഇളക്കാനോ തങ്ങൾ ശ്രമിക്കുന്നില്ല. തങ്ങളുടെ ആവശ്യം മാത്രം മതി. ന്യായമായ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരുന്നത് വരെ സമരം തുടരുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തമാക്കുമെന്നും അറിയിക്കുന്നുണ്ട്. അതായത് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കും. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് എന്നും അറിയിക്കുകയും ചെയ്യുന്നത്. വളരെ പക്വതയോടുകൂടിയാണ് ഇളമരം കരീമിന്റെ വാക്കുകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നത്. എന്നാൽ CPM-നെ ഈ സമരം വല്ലാതെ ഇളക്കുന്നുണ്ട് അല്ലെങ്കിൽ അലട്ടുന്നുണ്ട് എന്നാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്. സർക്കാരിനെയും CPM-നെയും ഈ സമരം വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ഈ സമരം ചെയ്യുന്നെങ്കിൽ അത് CPM-നോ അല്ലെങ്കിൽ CHU-നോ മാത്രമേ ആകാവൂ എന്നൊരു തിട്ടൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരല്ലാതെ മറ്റൊരാൾ സമരം ചെയ്താൽ, സ്വതന്ത്രമായി സമരം ചെയ്താൽ ആ സമരത്തെ തകർക്കുന്ന സമീപനം പല കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ട്.
അതാണിപ്പോൾ ഇളമരം കരീമിനെ അല്ലെങ്കിൽ ഇളമരം കരീമിലൂടെ CPM പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സമരത്തെ തകർക്കുക, സമരവീര്യം തകർക്കുക, ഈ സമരത്തെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി CPM ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ലക്ഷ്യം തന്നെയാണ് ഇളമരം കരീമിന്റെ വാക്കുകളിലൂടെ CPM ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമരം ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ പ്രകോപനങ്ങളില്ലാതെ സമരത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എങ്ങനെ സമരത്തെ ശക്തമാക്കാം, അങ്ങനെ എങ്ങനെ തങ്ങളുടെ ആനുകൂല്യം നേടിയെടുക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ സമരസമിതി. ഇളമരം കരീമിന്റെ തുടരെയുള്ള അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നു. ആ മറുപടി ഇതാണ്: അദ്ദേഹം ചിന്തിച്ചു പറയട്ടെ, ആരുടെയും കസേര ഇളക്കാനല്ല ഞങ്ങൾ സമരം ചെയ്തത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളിൽ ഉള്ളത്. അത് എത്ര പേർ വന്നു എന്നല്ല, ആവശ്യം എന്താണ് എന്നാണ് നിങ്ങൾ അറിയേണ്ടത് എന്ന മറുപടിയാണ് നൽകുന്നത്. ഒരുപക്ഷെ അതൊരു ഈർക്കിൽ സംഘടനയാണെങ്കിൽ, അതൊരു ദുർബല സംഘടനയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിരളി പിടിക്കുന്നത് എന്ന മറു ചോദ്യം ആകാമായിരുന്നു ഇളമരം കരീമിനോട്, CITU സംഘടനയോട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.